എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വച്ചക്ക ചൗച്ചൗ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ വയനാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നൊരു സാധനമാണിത്. ആകാശവെള്ളരി എന്നും പറയുന്നുണ്ട് ഇതിന്. നമ്മൾ ചട്ടിയിൽ നട്ടതാണ്. എല്ലാ വർഷവും നമ്മൾ നടണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ പ്രാവശ്യമാണ് നമ്മൾക്ക് അതിന് സാധിച്ചത്. അപ്പോൾ വള്ളി ഏകദേശം എത്ര ആയിട്ടുണ്ട്, ഒന്നും കൂടി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാട്ടോ. നടുമ്പോൾ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മാത്രമേ മിക്സ് ആക്കിയിട്ടുള്ളൂ, വേറെ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒന്നും കൂടി പൊന്തിയതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് ചാണകപ്പൊടി കമ്പോസ്റ്റൊക്കെ പാടെ മിക്സ് ആക്കി കൊടുക്കാം. ഏകദേശം എത്ര ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളക്കാന്താരി ഉണ്ട് ഇവിടെ, പഴുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ വഴുതന തൈകൾ ഇവിടെ ഉണ്ട്. ഇത് വയലറ്റ് നീളമുള്ള വഴുതന തൈകളാണ്. പിന്നെ നമ്മളുടെ എന്താ പറയുക, അകത്തിച്ചീര പൂവൊക്കെ ഇടൽ കഴിഞ്ഞൊക്കെ വിത്തായിട്ടുണ്ട്. വിത്തിന് നിർത്തിയിരിക്കുകയാണ് എല്ലാ കായും നമ്മൾ. കാരണം ഇപ്പോൾ ഇതൊരൊറ്റ മരമുള്ളൂ നമ്മളെ കയ്യിൽ. അപ്പം ഇനി അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിത്തിന് നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ മൊത്തം നമ്മൾ വിത്തിന് നിർത്തിയിരിക്കുകയാണ്. ഇത് റെഡാണ് കേട്ടോ, അത് 2 കളറിൽ വരുന്നുണ്ട്. ഇത് റെഡാണ്. ഇത് മറ്റേ എന്തെന്നാ പറയുക, നമ്മുടെ തൈറോയിഡിനൊക്കെ ഇതിൻ്റെ ഇല, അതുമാതിരി ഇതിൻ്റെ പൂവ്, ഇതിൻ്റെ തളിര്, ഇത് അതേപോലത്തെ ചള്ള്. ഈ ബീൻസും നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാം, തോരൻ വെച്ച് കഴിക്കാം കേട്ടോ. തൈറോയിഡിന് നല്ലതാണ്, തൈറോയിഡൊക്കെ കുറയും. പിന്നെ നമ്മളിവിടെ ഉള്ളത് നമ്മളുടെ എന്താ പറയുക, നന്നാരി ഉണ്ട് ഇവിടെ. അലോവേര ഉണ്ട്, മൾബറി ഉണ്ട്. നമ്മളുടെ എന്താ പറയുക, നന്നാരി നറുനീണ്ടി കണ്ടില്ലേ, പൂവിട്ടിട്ടുണ്ട് ഇതൊന്ന്. പിന്നെ നമ്മുടെ കത്തിരിക്ക, വഴുതനങ്ങ നമ്മൾ വൈറ്റാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നട്ടിരുന്നത്. പക്ഷെ അപ്പോൾ ഇത് ഉണ്ടായി നോക്കുമ്പോൾ, ഇതിങ്ങനെ ഉണ്ടായി തുടക്കത്തിൽ അങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഇത് വൈറ്റാണെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ ഇത് വൈറ്റല്ല, ഇത് ഗ്രീനാണ്. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നല്ലോ, ഇത് പഴുത്തു. ഇതിപ്പോൾ നമുക്ക് ഏതായാലും വിത്തിന് വെക്കാം. ഇതാണ് കത്തിരിക്ക. കണ്ടാൽ നമ്മളെ എന്താ പറയുക, വൈറ്റാന്ന് തോന്നും തുടക്കം ഇതിങ്ങനെ പുറത്ത് വരുമ്പോൾ. പക്ഷേ ഇത് പുത്തരിച്ചുണ്ട മാതിരത്തെ വൈറ്റ് ആൻഡ് ഗ്രീനാണ്. ഓക്കെ. പിന്നെ നമ്മളുടെ ചെടിമുരിങ്ങ ഉണ്ട് ഇവിടെ. ചെടിമുരിങ്ങ എല്ലാവർക്കും അറിയാം, ഇഷ്ടംമാതിരി കൊല കുത്തി പൂത്തിട്ടുണ്ട്. കായ ഉണ്ടാവുന്നുണ്ട് കുറച്ചൊക്കെ, ഒരുപാട് പൂ കൊഴിയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, എന്തായാലും കുറച്ചൊക്കെ കൊഴിയുമല്ലോ. മാമ്പൂവ് മാതിരി തന്നെയാണ് സംഭവം. എല്ലതും പിടിക്കുന്നില്ല, പിടിച്ചു കഴിഞ്ഞാൽ കൊമ്പൊടിയും ചെയ്യും. അപ്പോൾ ആ ചെടിക്ക് താങ്ങാൻ കഴിയുന്നത് ആ ചെടി തന്നെ, പ്രകൃതിയുടെ നിയമമാണല്ലോ അത്. ഒരു ചെടിക്ക് എത്ര താങ്ങാൻ കഴിയും അത്രയും നിൽക്കും, ബാക്കിയൊക്കെ അത് തന്നെ കൊഴിച്ച് കളയും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ പ്രകൃതി നിയമം. കണ്ടില്ലേ, കൊല കുത്തി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടാൽ തോന്നും മണിമുല്ല പൂത്തതാണെന്ന് തോന്നും. മാതിരി പൂക്കലാണ് പൂത്തിട്ടുള്ളത്. കായത് അവിടെ ഉണ്ട്, കായൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരി നീളമായിട്ടുള്ളൂ, തിരിവണ്ണമായിട്ടുള്ളൂ. ഇവിടെ ഉണ്ട്, മുകളൊക്കെ ഉണ്ട്, ആയി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ എല്ലാം പൂത്തുന്നുണ്ട്. ഇവിടെ കായായി വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ വിശേഷങ്ങൾ. ഇതാ ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട് കായ, ഒരുപാട് പൂത്തിട്ടുണ്ട്. കണ്ടില്ലേ, മൊത്തം പൂത്ത് നിൽക്കുക. കായ ഇത് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ വിശേഷങ്ങൾ പുതിയത്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ നട്ടിട്ടുള്ളത് എന്താണ്, ഇപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് വഴുതനങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. അത് മുളച്ചിട്ടില്ല, മുളക്കട്ടെ, അതിന് ശേഷം വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ.